ഹേയ് വാട്സ്അപ്പ് ഗായ്സ്. അങ്ങ് ജർമ്മനിയിൽ 15-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലെ ഒരു സുപ്രഭാതത്തിൽ ന്യൂറംബർഗിൽ തെരുവിലെ ജനങ്ങൾ ഒരു മനുഷ്യനെ വളരെ കൗതുകത്തോടെ നോക്കി. അത് അദ്ദേഹത്തിന്റെ ഭംഗി കണ്ടിട്ടല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ കോട്ടിൽ തൂങ്ങിയാടുന്ന ഒരു വസ്തുവിനെ കണ്ടിട്ട്. അവർ പീറ്റർ ഹെലിനോട് അവരുടെ കൗതുകത്തിന്റെ കാരണം ചോദിച്ചു. അദ്ദേഹം അഭിമാനത്തോടുകൂടി പറഞ്ഞു, മക്കളെ, ഇതാണ് ലോകത്തിലെ ആദ്യ വാച്ച്. യെസ് ഗൈസ്, അന്ന് വരെ ചുവരിൽ തൂങ്ങിയാടിയ ഭീമൻ ക്ലോക്കുകൾ തള്ളി ലോകത്തെവിടെയും കൊണ്ടു നടക്കാവുന്ന പോർട്ടബിൾ വാച്ചിന് ജീവൻ വെക്കുകയായിരുന്നു. അവിടുന്ന് തുടങ്ങിയ യാത്ര പിന്നീടെത്തിയത് 18-ാം നൂറ്റാണ്ടിലെ കൈകൾ കെട്ടാവുന്ന റിസ്റ്റ് വാച്ചിലാണ്. പിന്നീട് അങ്ങോട്ട് വിപ്ലവമായിരുന്നു. ഇന്ന് ഈ 20-ാം നൂറ്റാണ്ടിൽ സമയം നോക്കുന്നതിലുപരി ലോകത്തുള്ള കാര്യങ്ങൾ വിരൽത്തുമ്പിലെത്തിക്കുന്ന, ഹൃദയത്തിന്റെ താളവും ഓട്ടത്തിന്റെ വേഗവും മനസ്സിലാക്കാൻ സഹായിക്കുന്ന സ്മാർട്ട് വാച്ചായി എത്തി നിൽക്കുന്നു. ഇതിൽപ്പെട്ട ഒരു വാച്ചാണ് ഗൈസ് നിങ്ങൾ ഇപ്പൊ എന്റെ കയ്യിൽ കാണുന്ന അമസ്ഫിറ്റ് ബിപ്പ്. ഈ ഒരു വർഷമായിട്ട് ഇവൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ ഉറപ്പായിട്ട് ഒരു റീ അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇതൊന്നുമല്ല ഗൈസ് നമ്മുടെ ഇന്നത്തെ താരം. യെസ് ഗൈസ്, നിങ്ങൾ തമിഴിലൊക്കെ കണ്ടു വന്ന പോലെ സാംസങ് ഗാലക്സി വാച്ച് ആക്റ്റീവ് 2 ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. ഒരുപാടുണ്ട് മച്ചന്മാരെ ഇവനെ കുറിച്ച് പറയാനായിട്ട്. അത്ര OP പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വലിച്ചു നീട്ടാതെ നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോകാം അല്ലെ. സോ ലെറ്റ്സ് ബിഗിൻ ദ ജേർണി. യു വാച്ചിങ് APPEKAZZ. ഇറ്റ്സ് മീ APPEKA ഹിയർ. I'm back with a smartwatch. It will do more than a smartwatch. യെസ് ഗൈസ്, ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് സാംസങ് ഗാലക്സി വാച്ച് ആക്റ്റീവ് 2 ആണ്. 2019 ലോഞ്ച് ആയ ഈ വാച്ച് ഇന്ന് ഈ 2020 ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് വാച്ച് ഏതാണെന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ 3-ാം സ്ഥാനത്തോ നമുക്ക് ഇവനെ കാണാനാവും. സോ അത്ര ഫ്യൂച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നമ്മൾ ഇന്ന് ഇവിടെ എടുത്തേക്കുന്നത് 44mm അലുമിനിയം BT വേർഷൻ ആണ്. അതിന്റെ കളർ വരുന്ന അക്വ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറാണ്. നല്ല അടിപൊളി നൈസ് പാക്കിംഗ് ആണ്. അതിന്റെ ബാക്ക് സൈഡിൽ കുറെ ഫീച്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ സീലിന്റെ അതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ലുക്കിൽ തന്നെയാണ് സാധനം വന്നേക്കുന്നത്. ഗായ്സ്, ഇത് മേടിച്ചത് ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ എന്റെ ഫോണിന്റെ സ്ക്രീൻ കാർഡ് മാറാനാണ് റാസ് ഗെയിമിൽ പോയത്. മാള് ഫുള്ള് കയറി ഇറങ്ങി, എവിടെയും സ്ക്രീൻ കാർഡ് ഇല്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ വാച്ച് ആക്റ്റീവിന്റെ വിലയും കൂടെ കൊടുത്തു. എന്ത് വിലയാണ് മച്ചന്മാരെ, 1000 രൂപ, 950. ഏറ്റവും കുറഞ്ഞ വില 850 ആണ്. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒരു മാളിലെത്തി. ആ മാളിൽ കയറുന്നതിന് മുമ്പ് സൈഡിൽ ഒരു ചെറിയ കട കണ്ടു. ഞാൻ അവിടെ ചെന്ന് എന്റെ സ്ക്രീൻ കാർഡ് ചോദിച്ചോ, പുള്ളി 4-5 വെറൈറ്റി സ്ക്രീൻ കാർഡ് അങ്ങ് എടുത്തു വെച്ചു. കൂടത്തെ ഞാൻ നമ്മുടെ വാച്ചിന്റെ കാര്യം കൂടെ ചോദിച്ചോ, പുള്ളി എന്റെ തോളത്ത് തട്ടിയിട്ട് ഒരു വാക്ക് തന്നു. നീ പേടിക്കണ്ട, ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഞാൻ നിനക്ക് വാച്ച് എടുത്തു തരാന്ന്. പറഞ്ഞതുപോലെ തന്നെ 700 ദിർഹംസിനാണ് അദ്ദേഹം എനിക്ക് വാച്ച് എടുത്ത് തന്നത്. അതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി. വലിയ വലിയ മാളുകളിൽ കയറുമ്പോൾ ചെറിയ ചെറിയ കടകൾ സൈഡിൽ കാണുമ്പോൾ അതിനെ അവഗണിക്കരുത്. കാരണം നമുക്ക് ആവശ്യമുള്ള സാധനം ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കുറയുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യാവുന്നതാണ്. എപ്പോൾ വേണേലും ആക്റ്റീവ് ആണ് പുള്ളി. സോ ഗൈസ്, നമ്മുടെ വാച്ചിന്റെ ബോക്സ് അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് ആകെ കിട്ടിയ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്സറീസ് ആയിട്ട് കിട്ടിയ ഇതിന്റെ ചാർജറാണ്. ഇതൊരു മാഗ്നറ്റിക് ചാർജറാണ്, 1 ആംപിയറിന്റെ ചാർജറാണ്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ടഡ് അല്ല കേട്ടോ. സോ ഇതിന്റെ അവൈലബിലിറ്റി പറയുവാണെങ്കിൽ ഗൈസ്, സാംസങ്ങിന്റെ സാധനമാണ്, ഗ്ലോബലി അവൈലബിൾ ആണ്. ഇവിടുത്തെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, റേറ്റിൽ നെറ്റിൽ പല പല പ്രൈസ് ആണ് കാണുന്നത്. ഇന്ത്യയിലെ പ്രൈസ് ഭയങ്കര കൂടുതലാണ് ഗൈസ്. 23,000 രൂപയോളം വരുന്നുണ്ട്. എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിന്റെ മാഗ്നറ്റ് ഇതിനെ പൊക്കിയെടുക്കാൻ മാത്രമുള്ള പവർ ഒന്നും ഇല്ലാത്തായിട്ട് കേട്ടോ. നോർമല് നമുക്ക് നിലത്ത് വെച്ചിട്ട് ജസ്റ്റ് ചാർജ് ചെയ്യാം. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ആയതുകൊണ്ട് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഏത് വയർലെസ് ചാർജിലും നമുക്ക് ഈ വാച്ച് ചാർജ് ചെയ്യാം കേട്ടോ. അതിന് യാതൊരു പ്രശ്നവും. ഇതിന്റെ ബാക്ക് സൈഡിലെ സെൻസർ ബിഗർ സെൻസർ ആണ്, ഹാർട്ട് റേറ്റ് സെൻസർ. ECG കോമ്പാറ്റബിൾ ആയിട്ടുള്ള സെൻസറാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്യൂച്ചർ ഇതുവരെ ECG സപ്പോർട്ട് ചെയ്യത്തില്ല. ഫ്യൂച്ചർ അപ്ഡേറ്റിൽ ECG സപ്പോർട്ട് ചെയ്യുന്നതാണ് സാംസങ് വാദിച്ചേക്കുന്നത്. ഞാനിപ്പോ ഇത് ഏകദേശം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച മേളിൽ കഴിഞ്ഞിരിക്കുന്നു. സോ നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം. USA അതുപോലെ തന്നെ കൊറിയയിലൊക്കെ ECG സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴാണ് നമ്മുടെ ഏഷ്യൻ ഈ ഭാഗത്തോട്ടൊക്കെ വരുന്നതെന്ന് അറിയത്തില്ല. സോ ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ ECG സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാച്ച് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2020 ഇവനെ കിങ് എന്ന് പറയുന്നതിന് കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കത്തില്ലേ. സോ അതിലേക്ക് നമുക്കൊന്ന് നോക്കാം.
ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി വാച്ച് ആക്ടി 2 44mm അലുമിനിയം അക്വ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വേർഷൻ ആണ്. ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് 1.4 ഇഞ്ച് അൾട്രാ ബ്രൈറ്റ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഗോറില്ല DX+ ആണ് അതിന്റെ പ്രൊട്ടക്ഷൻ വരുന്നേക്കുന്നത്. ബട്ടൺ ബാക്ക് ബട്ടൺ ആയിട്ട് ഹോം ബട്ടൺ ആയിട്ട് 2 ബട്ടൺ ഉള്ളൂ. 20mm ഇന്റർചേഞ്ചബിൾ സ്ട്രാഫ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ 44 നേരത്തെ പറഞ്ഞ പോലെ അലുമിനിയം കേസിംഗ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ HR സെൻസർ 8 ഫോട്ടോ ഡയോഡിന്റെ ബിഗർ സെൻസർ ആണ്. അതുപോലെ തന്നെ ഇത് ECG സർട്ടിഫൈഡ് ആണ്. എപ്പോൾ വേണമെങ്കിൽ അപ്ഡേറ്റ് ECGയിലോട്ട് വരാം. ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ECG സർട്ടിഫൈഡ് വാച്ച് ആണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്. എല്ലാ ഡീറ്റെയിൽസും ഒന്നും ഇല്ലെങ്കിലും ഏകദേശം ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ, അതാണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. 50 മീറ്റർ വാട്ടർ പ്രൂഫ് ഫുൾ പ്രൊട്ടക്ഷൻ ആണ്. അതുപോലെ തന്നെ വൈഫൈ, ബ്ലൂടൂത്ത്, GPS, NFC പോലുള്ള റെഗുലർ ഫീച്ചർ എല്ലാം ഇതിനകത്തുണ്ട്. വേറബിൾ OS ആയതുകൊണ്ട് നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. 4GB ഇന്റേണൽ ഉണ്ട്, 762GB RAM ഉണ്ട്. മൈക്കും സ്പീക്കർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോൾ ചെയ്യാം. ബ്ലൂടൂത്ത് കോളിംഗ് ആണ്. 28+ വർക്ക്ഔട്ട് മോഡ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 1.5 ഡേ ടിപ്പിക്കൽ യൂസ് ചെയ്യുന്ന 340 mAh ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. QI വയർലെസ് ചാർജർ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ നേരത്തെ ഇതൊന്ന് ഓൺ ആക്കിയായിരുന്നു. സോ ഓൺ ആക്കിയപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ട ഇതാണ് നമ്മുടെ ഞാൻ ഉപയോഗിച്ചിരുന്ന അമസ്ഫിറ്റിന്റെ വാച്ചിന്റെ സ്ട്രാഫ് ഇതിന്റെ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്കിതൊന്ന് വെയർ ചെയ്ത് നോക്കാം. ഗൈസ്, അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കംഫർട്ടബിൾ വെയറിംഗ് ആണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ലൈറ്റ് വെയിറ്റ് ഫാഷനബിൾ റൗണ്ട് ഡിസൈൻ ആണ് സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടായിട്ട് എല്ലാവർക്കും ഒന്ന് കെട്ടാൻ തോന്നും. അത്ര അടിപൊളി ഡിസൈൻ ആണ്. ഡിസൈനിൽ ഒരു കോംപ്രമൈസും സാംസങ് കാണിച്ചിട്ടില്ല. അതുപോലെ വെയറിംഗ് കംഫർട്ട് അടിപൊളിയാണ്, എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ വാച്ച് ഓൺ ആക്കിയപ്പോഴത്തേന് ഇതിനകത്ത് കുറെ സെറ്റപ്പ് ഒക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മളിത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലല്ലോ. സോ ഇപ്പൊ തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഇപ്പൊ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അതില് ഇതിനകത്ത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്നും എങ്ങനെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നു, ഏതൊക്കെ മൊബൈൽ സപ്പോർട്ട് ചെയ്യുന്നത്, ഏത് ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ചങ്ങന്മാരും ചങ്ങത്തിമാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കൂടുതൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി വിടുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് ഫസ്റ്റ് തന്നെ എത്തുന്നതായിരിക്കും. ഗൈസ്, അപ്പൊ നമ്മുടെ വാച്ച് അൺബോക്സ് ചെയ്തപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് ആണ് എനിക്ക് ഇതിന്റെ കൂടെ കിട്ടിയത്. സോ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയം. സീ യു നെക്സ്റ്റ് വീഡിയോ.